നീ നിക്കറില്ലാതെ ഇവിടെ നിൽക്കണേ. അങ്ങനെ പറയല്ലേ, നല്ല കൈലിയാണ് നീ കൊടുത്തിരിക്കണം, അതൊന്നും പറയണ്ട. ഇത് കൈലിയൊന്നുമല്ല, പിന്നെ ഇതെന്റെ ഭാര്യ മഞ്ജുവിന്റെ അടിപ്പാവാണ്. അതാണ് അടിപൊളി. അപ്പൊ മഞ്ജു അടിപ്പാവാറ് ഇല്ലാതെയാണ് നടക്കുന്നത്. ഓ, ഞാൻ ഇത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് അത് കൊടുത്തോണ്ട് റേഷൻ കടയിൽ പോയി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് പോക്കില്ല, വീട്ടിനകത്ത് തന്നെ. ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ? എന്തോന്ന് സന്തോഷം ചേച്ചി. അവളെ സ്വഭാവം ശരിയല്ല. അറിയാലേ, അവൾ ഇവിടുത്തെ ഒരു ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറാണ്. അതെനിക്കറിയാം. ഞാൻ ഒരു ദിവസം മൊബൈലിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുക പറയുന്നത് ക്യാമറമാൻ ബിജുവിനോടൊപ്പം വർക്കല പരിപാടി ചെയ്യുന്ന സിന്ധു പിടിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും നോക്കി പറയുന്നു ക്യാമറ ബിജുവിനോടൊപ്പം പാപരാശൻ ലോഡ് ചെയ്ത് പിഞ്ഞു. അപ്പൊ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിറ്റേന്ന് വീഡിയോ കോൾ അവളെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ബ്യൂട്ടീഷ്യൻ രമയോടൊപ്പം കല്ലമ്പലം ലോഡ് ചെയ്ത് രാജി വന്നു. അന്ന് ഒരു പ്രശ്നമായി. അത് നന്നായി. ഇപ്പൊ നിന്റെ ഉദ്ദേശം പറ. ഉദ്ദേശം പറഞ്ഞില്ല, ഈ എലിയെ ഇത് കളിപ്പിച്ച് വെക്കണം, എലി അറിയിക്കണം, ചാവണം. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിക്കണം. ഇവിടെ എലി ശല്യം. ആദ്യം നമ്മൾ ഇതിന്റെ മണ്ടേ ബ്രെഡ് വെക്കുന്നു, പിന്നെ കുറച്ച് ജാം ഒഴിക്കുന്നു, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി. നീ എലിക്ക് സദ്യ ഒരുക്കണേണോ വിഷം വെക്കണേണോ? അങ്ങനെ വെച്ചാലേ എലി കഴിക്കും. അങ്ങനെ അതിന്റെ മുകളിൽ കുറച്ച് നാരങ്ങപ്പൊടി, പിന്നെ കുറച്ച് മാങ്ങ, പിന്നെ കുറച്ച് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി കുറെ നിരത്തിയിട്ടിട്ട് വീണ്ടും ബ്രെഡ് വെക്കുന്നു, ഇത് കളിപ്പിക്കുന്നു, എലി തിന്നുന്നു, അടിക്കുന്നു, ചാവും. ഇത് നിന്റെ വീട്ടിൽ വെച്ച എന്തിനാണ് കുഴപ്പം? എന്റെ വീട്ടിൽ ചെയ്തൊക്കെ ചേർത്ത് തിന്നു. ഒരു കാര്യം ചെയ്ത് നീ അതെന്തെന്ന് വെച്ചാൽ ചെയ്തു പോയി. അന്ന് വെളിയിൽ പേരിക്കരുത്. നിനക്കറിയാല്ല എന്റെ മോ പഴയ കുടിയന്മാരെ പോലെ രണ്ടെണ്ണം അടിച്ചിട്ട് വരുമ്പോ പെണ്ണുമുള്ളമാര് ചോദിക്കും, എന്തോന്നു നിങ്ങൾ ഇന്നും കൂച്ചോ മനുഷ്യാന്ന്. അപ്പൊ പാവപ്പെട്ട കുടിയന്മാരെന്ത് പറയും? ഞാൻ ഇന്ന് രണ്ടെണ്ണം കൂച്ചടി എന്ന്. അങ്ങനെ പറഞ്ഞ കുടിയനെ കരുതിയാടി. പിന്നെ നിങ്ങൾ ആര് ഇനി വർക്കല ബിവറേജിൽ പോയിട്ട് OPR ഫുള്ളെടുത്തോണ്ട് വന്ന് പൊട്ടിച്ച് കട്ടക്കടിച്ചിട്ട് നിൽക്കുന്ന OPR ബാബുടി. ഞാൻ വോട്ടിടെ എന്തെങ്കിലും ചെയ്യണേ. പക്ഷെ ഇവ എന്തിനാണ് എന്റെ പോളിംഗ് ബൂത്തിൽ കയറിയിരിക്കണേ? അന്നാ നിങ്ങളെ വീടിന്റെ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന രാജീവ് വൈക്കത്തുള്ളത്. അതുകൊണ്ട് നീ എന്റെ വീട്ടിലല്ലല്ലോ വാടകയ്ക്ക് താമസിക്കുന്നത്. നിങ്ങൾ ഈ കള്ളം കുടിച്ചിട്ട് അനാവശ്യം പറയുന്നത് കേട്ടോ. ഈ കള്ളെന്ന് പറഞ്ഞ മദ്യം സാധനം ഉണ്ടല്ലോ, അത് സാത്താന്റെ മൂത്രമാണ്. ആരമൂത്രം? സാത്താന്റെ മൂത്രം. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ന് നിർത്തിയാണ്. മദ്യപാനം നിർത്തിയേ ഇല്ല, സാത്താനെ പിടിച്ച് വീട്ടിൽ ഇറത്തുവരുന്നു. അതാകുമ്പോ നമുക്ക് ബിവറേജിൽ പോയി ക്യൂ നിൽക്കണ്ടല്ലോ. രാവിലെ ആകുമ്പോ സാത്താനെ വിളിച്ചുണർത്തണം, എന്നിട്ട് ഒരു 1/2 ലിറ്റർ മൂത്രം ഒഴിപ്പിക്കണം, കുടിക്കണം. ബിവറേജിൽ പോയി ക്യൂ നിൽക്കേണ്ട പൈസ ഇല്ല. അന്നാ സാത്താൻ നിങ്ങളെ ചോര കുടിക്കും. അപ്പൊ കുഴപ്പമില്ല. സാത്താൻ എന്റെ ചോര കുടിക്കും, ഞാൻ സാത്താന്റെ മൂത്രം കുടിക്കും. ഒരു ഗിബാൻഡ്. ഇയാൾക്ക് വീടുമായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ ഇന്നലെ ഇവിടെ ചേച്ചി പറയുന്നത് അരയ്ക്കാൻ ഒരു മുറി തേങ്ങ ഇല്ലടാ രാജീവെന്ന്. പിന്നെ ഞാൻ ആ കാണുന്ന തെങ്ങിലും നെഞ്ചൊരഞ്ഞ് കയറിയാണ് ചേച്ചിക്ക് ഒരു തേങ്ങ അറുത്ത് കൊടുത്തു. അറിയാം, നീ തേങ്ങ നടത്താം. ഞാൻ അറുത്ത് കൊടുത്തു. അവിടെ കാണുന്ന തെങ്ങില്, ഈ തെങ്ങില് നീ എങ്ങനെ കയറി? നെഞ്ചൊരഞ്ഞ് കയറി ഇങ്ങനെ ഇരിക്കുന്നു. അവൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവന്റെ നെഞ്ചൊരച്ച് കയറ്റി തെങ്ങിന്റെ മുകളിൽ ഞാൻ മറ്റ തേങ്ങ പറയും. അത് കൊപ്രയായി. എങ്ങനെയുണ്ട്? അവന്റെ തേങ്ങ കണ്ടപ്പോ എന്റെ കൊപ്ര വേണ്ട. അത് മാത്രമല്ല, ഞാൻ അന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇളയ കൊച്ചു തൊട്ടിൽ കിടന്ന് കരയുന്നു. എന്റെ 6 മാസമുള്ള കൊച്ചു പിന്നെ തൊട്ടിൽ കിടന്ന് കരയാതെ കട്ടിലിന്റെ മോളിൽ കയറുന്ന നടപടി നിർത്താൻ കളിക്കൂ. അതിന് നാട്ടി കൊടുക്കാനുമില്ല. അവസാനം ഞാനാണ് ആട്ടി കൊടുത്തിട്ട് പോയത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇവൻ വരുന്നു, ആട്ടുന്നു, ഉറക്കുന്നു, പോകുന്നു. അല്ല, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ല, നിങ്ങളിങ്ങനെ വിദ്യാഭ്യാസം ഇല്ല